ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലെടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല കേട്ടോ. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നറിയത്തില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അന്നേരം നമുക്ക് രാവിലെ ഇന്ന് അടയായിരുന്നു കേട്ടോ. അന്നേരം നമ്മുടെ ഗോതമ്പ് പൊടിയും മൈദയും കൂടെ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലൊന്നും അല്ല കേട്ടോ, പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് ഫില്ലിങ്ങിനായിട്ട് നമ്മുടെ ശർക്കരയുണ്ട, ഏലക്കാപ്പൊടി, ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിട്ട് തേങ്ങായുമായിട്ട് മിക്സ് ചെയ്ത് അകത്ത് വെച്ച് നമ്മളിങ്ങനെ ആവി പുഴുങ്ങിയെടുക്കുന്ന നല്ല അടയാണ്. ഈ അടയുടെ ഒരു മണം തന്നെ നമുക്ക് വരുമ്പം കഴിക്കാൻ തോന്നും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അട. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നമുക്ക് രാവിലെ അടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ ചോറല്ല വെക്കുന്നത് കേട്ടോ, നമ്മുടെ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോസ് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, അമ്മ എനിക്ക് ടൊമാറ്റോ റൈസ് വെച്ച് സ്കൂളിൽ തന്നു വിട്ടാൽ മതിയെന്ന്. അന്നേരം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വെച്ച് കൊടുത്തു വിടാമെന്ന്. ഞാൻ അങ്ങ് ടൊമാറ്റോ റൈസ് ഇവിടെ ഉണ്ടാക്കാറില്ല. ഇങ്ങനെ പറയത്തേ ഉള്ളൂ കേട്ടോ. ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് വേണ്ട. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പം വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമുക്ക് പണിയാണ്, അവൻ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ് എനിക്ക് ടൊമാറ്റോ റൈസ് വേണം. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ജീരകശാല റൈസില്ലേ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതൊരു 2 ഗ്ലാസ് അരി ഞാൻ വെള്ളത്തിലിട്ട് കഴുകി വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായത് ഒരു സവാളയാണ്. പിന്നെ നമുക്ക് ടൊമാറ്റോ ആണ് കേട്ടോ. അന്നേരം ടൊമാറ്റോ നമുക്ക് അരച്ച് ചേർക്കാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞും ചേർക്കാം. അന്നേരം ഞാനത് ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിനാവശ്യമായതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ കടുകിന് പകരം ഒന്ന് പൊട്ടിക്കാതെ ഈ പൊട്ടുകടല ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. അന്നേരം അതിനായിട്ട് ഞാൻ ഒരു പാനൊക്കെ അടുപ്പേ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഇതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അന്നേരം എൻ്റെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാമേ. ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അത് ഞാനൊന്ന് ഊറ്റിയെടുത്ത് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നേരം ഈ സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് ആ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും നമ്മുടെ ആ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അന്നേരം ഇതിനകത്തേക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. അന്നേരം ഇവിടെ മക്കൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ.
ഉള്ളിയൊക്കെ നല്ലവണ്ണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണം നമ്മളിനി തക്കാളി ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഒരുപാട് മുളക് പൊടിയൊന്നും വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. ഒരു എരിവില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് മുളക് പൊടിയുടെ ഒരു കുത്ത് ഈ ടൊമാറ്റോ റൈസിന് കൊള്ളത്തില്ല കേട്ടോ. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അവസാനം കേട്ടോ. അന്നേരം അപ്പൂസിന് ടൊമാറ്റോ അരയ്ക്കാഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അമ്മ എന്താ അരച്ച് ചേർക്കാഞ്ഞെന്നും പറഞ്ഞ്. അന്നേരം എനിക്ക് ഈ അരച്ച് ചേർക്കുന്ന ടൊമാറ്റോ റൈസിനോട് ഇഷ്ടമല്ല കേട്ടോ. അന്നേരം ഞാൻ അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തത്. അന്നേരം അവൻ ഈ ടൊമാറ്റോ സോസ് ഇരുന്നപ്പം ലാസ്റ്റ് എന്നെക്കൊണ്ട് എടുത്ത് ഒഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നമ്മുടെ കിളികളുടെ ഒന്നും സൗണ്ട് ഇല്ലായിരുന്നു, പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ഞാനന്നേരം ആദ്യം കുറച്ച് കിളിയൊക്കെ കാണിച്ചിട്ടില്ലേ, നല്ല മഞ്ഞ കളറിലൊക്കെ, അതൊക്കെ ഇവിടുത്തെ കിളികളാണ് കേട്ടോ. ഒരുപാട് കിളികൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇപ്പം ഇല്ലായിരുന്നു കേട്ടോ, കുറച്ച് നേരത്തേക്ക് അതിനെ കാണാനില്ലായിരുന്നു. പിന്നെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞപ്പം നമ്മുടെ വെന്തിരിക്കുന്ന ചോറ് ഞാൻ വേറൊരു പാത്രത്തിലോട്ടാണ് ഇച്ചിരി നെയ്യൊന്ന് തടവിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കാൻ പ്രയാസമാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം വഴറ്റിയ മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയ്ക്കകത്തോട്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഈ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തപ്പോൾ. അന്നേരം അപ്പൂസ് ഓടി കൊണ്ടുവന്നതാണ് കേട്ടോ. അന്നേരം ഇന്ന് അവൻ സ്കൂളിൽ പോയിട്ടില്ല, ഇന്ന് പനിയാണ്, ചെറിയ പനി ആയതുകൊണ്ട് ഇന്ന് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കാഷ്യൂൾ നട്ടല്ല അത് ഞാൻ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കിസ്മിസ് ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം നല്ലൊരു മണവും ഒരു പ്രത്യേക ഒരു രുചിയൊക്കെയാണ്. അന്നേരം ഞാനൊന്ന് കഴിച്ച് നോക്കി, സൂപ്പറായിരുന്നു കേട്ടോ. അന്നേരം അപ്പൂസിനെയാണ് ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവൻ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ, വീഡിയോയ്ക്ക് മുന്നിൽ വരാതെ മാറി നിൽക്കുകയാണ്. കുറച്ച് വിളമ്പ് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം ചള്ളാസും വേണം നമുക്കിതിന്, അച്ചാറും വേണം. പപ്പടം ഇരിപ്പില്ല, അതുകൊണ്ട് ഞാൻ പപ്പടം എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം ഞാൻ പെട്ടെന്നൊരു ചള്ളാസ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ നാരങ്ങായും ഈന്തപ്പഴവും കൂടെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ഈ ചള്ളാസും നാരങ്ങ അച്ചാറും നമ്മുടെ ടൊമാറ്റോ റൈസും കൂടെ കേട്ടോ. അന്നേരം ഈ സമയത്ത് നമ്മുടെ ഒരു പൂച്ചക്കുഞ്ഞാണ് വെളിയിലിരുന്ന് ഇങ്ങനെ അപ്പമാണ് കേട്ടോ, പാലപ്പമാണ് ഇന്നലത്തെ. ഞാനത് ഇട്ട് കൊടുത്തതാണ്, അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഞാൻ വന്ന് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. എവിടുന്നോ വന്ന ഒരു പൂച്ചക്കുഞ്ഞാണ്, ഇവിടുന്ന് മാറത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അന്നേരം എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഇതുണ്ട്. അന്നേരം അപ്പൂസ് ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കും പാവം തോന്നും, എപ്പോഴും ഞാനും ഇട്ട് കൊടുക്കും കേട്ടോ. നല്ലൊരു പൂച്ചക്കുഞ്ഞാണ്. പക്ഷേ അകത്ത് ഞാൻ കയറ്റത്തില്ല, എനിക്ക് അകത്ത് കയറ്റുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. നമ്മുടെ മുറ്റത്തിരുന്നാണ് ഇതിങ്ങനെ കഴിക്കുന്നത്. അന്നേരം ഈ സമയത്ത് ഞാൻ ചള്ളാസും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇന്ന് ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആ ചള്ളാസിനകത്തോട്ട് കുറച്ച് സവാളയും ഒരു തക്കാളി, ഇച്ചിരി പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. അന്നേരം നമ്മുടെ കിളികളൊക്കെ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ കാണിക്കുന്നത് പെട്ടെന്ന് പാത്രം കഴുകാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. എല്ലാവരുടെയും ഒരു മെയിൻ പ്രശ്നമാണ് പാത്രം കഴുകൽ. അന്നേരം ചേച്ചി എന്തിനാ പാത്രം കഴുകാൻ പറഞ്ഞിട്ട് അരി കഴുകുന്നതെന്ന് എല്ലാവരും ഓർത്ത് കാണും കേട്ടോ. അന്നേരം നമ്മുടെ പാത്രം കഴുകാൻ വേണ്ടതാണ് ഈ അരി കഴുകുന്ന വെള്ളമാണ് കേട്ടോ. അതിൻ്റെ കാടിവെള്ളമാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് കഴുകുന്ന കാടിവെള്ളമാണ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ജോലികളെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ നമ്മുടെ വാഷ് ബേസിനകത്ത് നിറയും. അന്നേരം ഞാൻ ഇത് ചെയ്യുന്ന രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പാത്രങ്ങളെല്ലാം കഴുകാൻ പറ്റും കേട്ടോ. ആ ഒരു പാത്രത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ കയ്യിലുള്ള വിം ഡ്രോപ്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സോപ്പ് പൊടിയോ എന്താണേലും നമ്മൾ കുറച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ ഇതില്ലേ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലായിരുന്നു, അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് കഴുകുന്ന അരിയുടെ വെള്ളം തന്നെ വേണം കേട്ടോ, നല്ല കട്ടിയുള്ള വെള്ളം തന്നെ ആയിരിക്കണം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് പണച്ചെലവോ കാര്യങ്ങളോ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി തീർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ സിങ്ക് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. അതൊരു തുണി കൊണ്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങൾ അടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഞാനൊരു പാത്രം വെച്ചാണ് ഇങ്ങനെ അടച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിലേക്ക് പൈപ്പ് തുറന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എത്രത്തോളം നമുക്ക് പാത്രങ്ങൾ കഴുകാനുണ്ട് അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിലോട്ട് നമ്മുടെ കാടിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കാടിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തേച്ച് കഴുകാനുള്ള നമ്മുടെ പാത്രങ്ങളെല്ലാം സിങ്കിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വെള്ളമെല്ലാം പാത്രത്തിലോട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞ് വേണം നമ്മൾ എന്തുകൊണ്ടാണോ നമ്മുടെ പാത്രങ്ങൾ കഴുകുന്നത് ആ സ്ക്രബ് ഇട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം. ഇത് ഒരുപാട് ഉരച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാം. സ്റ്റീൽ പാത്രം തേക്കുന്നതാണ് നല്ലവണ്ണം വെട്ടിത്തിളങ്ങും കേട്ടോ. കൂടുതൽ നമുക്ക് നല്ല മാറ്റം കാണാൻ കഴിയുന്നത് സ്റ്റീൽ പാത്രത്തിലാണ്. വല്ല കറയോ മറ്റോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. കുറച്ച് അരിയുടെ വെള്ളം മാത്രം മതി ഇല്ലേ, നമ്മൾ കളയുന്നതാണ് ഈ അരി കഴുകുന്ന വെള്ളം. അതുകൊണ്ടാണ് നമ്മുടെ ഈ പാത്രങ്ങളൊന്ന് വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ കമൻറ്റിൽ കൂടെ. എന്നിട്ട് നമ്മൾ ഈ പാത്രങ്ങൾ ഒന്ന് പെട്ടെന്ന് തേച്ചെടുക്കുകയാണ്. ഒരുപാട് നമ്മൾ പ്രസ് ചെയ്ത് തേക്കുകയൊന്നും വേണ്ട. അന്നേരം നമുക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാണുമ്പം നമ്മുടെ പാത്രങ്ങളെ എത്രത്തോളം നല്ലതായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ടെന്ന്. അത് ഞാൻ സ്റ്റീൽ പാത്രങ്ങളാണ് എല്ലാം ഒന്ന് കഴുകാനായിട്ട് എടുത്തിട്ടിരിക്കുന്നതും കേട്ടോ. കണ്ടോ, നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളെല്ലാം നല്ലവണ്ണം വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. അടുത്ത വീഡിയോയ്ക്ക് കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. ഇങ്ങനെ ഒന്ന് അരിയുടെ വെള്ളം കൊണ്ട് ഞാൻ കാണിച്ച പോലെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ലതായി വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങൊന്നും അടുപ്പയിലൊന്നും അല്ലായിരുന്നു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ചോറ് വെക്കണം നമുക്ക്. അന്നേരം ഈ അരി കഴുകി വെച്ചിരിക്കുകയാണ്. ഞാനിനി ചോറ് വെക്കുന്നത് അടുപ്പയിൽ തന്നെയാണ് കേട്ടോ. അന്നേരം പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനിയിപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് ആകും, നിങ്ങൾക്കും ബോറടിക്കും. അന്നേരം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അന്നേരം ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ.